ഗുഡ് മോർണിംഗ് യൂറോപ്പ് ആനന്ദ് ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിലെ വംശീയവാദികളുടെ ലക്ഷ്യം കലാപമോ? ശനിയാഴ്ച ലണ്ടനിൽ കുടിയേറ്റക്കാർക്കെതിരെ നടന്ന യുണൈറ്റഡ് കിങ്ഡം റാലിയിൽ നടന്ന അക്രമ സംഭവങ്ങളിൽ 26 പോലീസുകാർക്ക് പരിക്കേറ്റു. 24 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. റാലിക്കിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറെ കൊല്ലണമെന്ന മുദ്രാവാക്യം വിളിച്ച ആൾക്കായി പോലീസ് തിരച്ചിൽ തുടരുകയാണ്. റാലിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഈ ആഴ്ച ഉണ്ടാകും. അക്രമ സംഭവങ്ങളിൽ പങ്കെടുത്തവരെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുകയാണ് എന്ന് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് അറിയിച്ചു. ഇത് കൂടുതൽ അറസ്റ്റുകളിലേക്ക് നയിച്ചേക്കാം. അറസ്റ്റിലായവരിൽ 3 പേർ സ്ത്രീകളാണ്. വംശീയവാദികളുടെ മുന്നിൽ മുട്ടുമടക്കില്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ലണ്ടൻ നഗരത്തെ ശ്വാസം മുട്ടിച്ച 1 ലക്ഷത്തിലേറെ പേര് അണിനിരന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭ റാലിയിൽ ബ്രിട്ടീഷ് സർക്കാർ വിരുദ്ധ പ്രഖ്യാപനങ്ങൾ നടത്തിയ എലോൺ മസ്കിനെതിരെ രൂക്ഷ വിമർശനവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രംഗത്ത്. ഏതു വിധേനയും സമ്മർദ്ദവുമായെത്തുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ എതിർത്ത് തോൽപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. എലോൺ മസ്ക് വീഡിയോ ലിങ്കിലൂടെ പങ്കെടുത്ത റാലിയുടെ ഉദ്ദേശ ലക്ഷ്യം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഡു ഓർ ഡൈ എന്ന വികാരഭരിതമായ മുദ്രാവാക്യവുമായി എത്തിയ എലോൺ മസ്ക് നടത്തിയത് ബ്രിട്ടീഷ് സർക്കാരിനെ തൂത്തെറിയുക എന്ന ആഹ്വാനം കൂടിയാണ്. തീവ്ര വലതു ചിന്താഗതിക്കാരനായ വംശീയവാദികൾക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തന്റെ സർക്കാരിനെ കിട്ടില്ല എന്നും ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെ സമരത്തിന്റെ പേരിൽ ആക്രമിക്കുന്ന സ്ഥിതി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും സ്റ്റാർമർ വ്യക്തമാക്കി. കുട്ടികളുടെ ഓൺലൈൻ കാർ സീറ്റുകൾ സൂക്ഷിക്കണം. ഓറഞ്ച് അംഗീകാരമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ദയവ് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി വാങ്ങി നൽകരുതെന്ന് യുകെയിലെ കൺസ്യൂമർ ഗ്രൂപ്പ്. യുകെയിലെ പ്രമുഖ ഓൺലൈൻ റീറ്റെയിലർമാർ നിയന്ത്രണമില്ലാത്ത കുട്ടികളുടെ കാർ സീറ്റുകൾ വിൽക്കുന്നുണ്ട് എന്ന് ഒരു അന്വേഷണത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട്. നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് കാണിക്കുന്ന ഓറഞ്ച് സർട്ടിഫിക്കേഷൻ ലേബലുകൾ ഇല്ലാതെ സീറ്റുകൾ ഈബേ, ഷെയ്ൻ, വിഷ്, ലിറ്റിൽ ഡ്രീംസ്, മാനോ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ കൺസ്യൂമർ ഗ്രൂപ്പ് കണ്ടെത്തി. ഈ കാർ സീറ്റുകൾ കുട്ടികളുടെ ജീവൻ അപകടത്തിലാക്കുന്നുവെന്ന് കൺസ്യൂമർ ഗ്രൂപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ അടയാളപ്പെടുത്തലുകൾ ഇല്ലാതെ സീറ്റുകൾ നിയമപരമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി പരീക്ഷിച്ചിട്ടുണ്ടോ എന്ന് മാതാപിതാക്കൾക്ക് ഉറപ്പാക്കാൻ കഴിയില്ല. പലതിനും 12.5-നും 40-നും ഇടയിലാണ് വില. സർട്ടിഫൈഡ് മോഡലുകളുടെ പ്രാരംഭ വിലയായ 80-നേക്കാൾ താഴെയാണ് എന്നതുകൊണ്ടാണ് കാറുകൾക്ക് ഇവ വാങ്ങാൻ ശ്രമിക്കുന്നത്. യൂറോപ്പിലെങ്ങും അക്രമാസക്തമായ കാലാവസ്ഥ. ഈ വേനൽക്കാലത്ത് യൂറോപ്പിനെ ബാധിച്ച ചൂട്, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവയുണ്ടാക്കിയ അക്രമാസക്തമായ കാലാവസ്ഥ കുറഞ്ഞത് 43 ബില്യൺ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായി. 2029 ആകുമ്പോഴേക്കും ഈ കാലാവസ്ഥയെ ചെലവ് 126 ബില്യൺ ആയി ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2024 ചൂട്, വരൾച്ച, വെള്ളപ്പൊക്കം എന്നിവ കഠിനമായ ഒരു വേനൽക്കാലം ഇയുവിന്റെ സാമ്പത്തിക ഉൽപാദനത്തിന്റെ 0.26% ആഘാതമുണ്ടാക്കി എന്നും പഠനം പറയുന്നു. ഏറ്റവും വലിയ നാശനഷ്ടം സൈപ്രസ്, ഗ്രീസ്, മാൾട്ട, ബൾഗേറിയ എന്നിവിടങ്ങളിലാണ് സംഭവിച്ചത്. ഈ രാജ്യങ്ങളുടെ GDPക്ക് സമാനമായ മൊത്തം മൂല്യവർധനയുടെ 1%-ൽ കൂടുതൽ ഹ്രസ്വകാല നഷ്ടം സംഭവിച്ചു. സ്പെയിൻ, ഇറ്റലി, പോർച്ചുഗൽ എന്നിവ ഉൾപ്പെടെ മറ്റ് മെഡിറ്ററേനിയൻ രാജ്യങ്ങളും ഇതേ അവസ്ഥ നേരിടുകയാണ്. പോളണ്ടിനെ റഷ്യ പരീക്ഷിച്ചതോ? പോളണ്ട് വ്യോമാതിർത്തിയിൽ റഷ്യൻ ഡ്രോൺ കടന്നുകയറ്റം നടത്തിയത് നാറ്റോയുടെ പ്രതിരോധം പരീക്ഷിക്കാനുള്ള ക്രെംലിന്റെ ശ്രമമാണ് എന്ന് പോളണ്ട് വിദേശകാര്യ മന്ത്രി റഡോസ്ലാവ് സിർകോസ്കി പറഞ്ഞു. കഴിഞ്ഞയാഴ്ച പോളണ്ടിലേക്ക് പ്രവേശിച്ച ഡ്രോണുകൾക്ക് വെടിമരുന്ന് വഹിക്കാൻ കഴിവുണ്ടെങ്കിലും അവയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചിരുന്നില്ല എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. ഇത് റഷ്യ ഒരു യുദ്ധം ആരംഭിക്കാതെ തങ്ങളെ പരീക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് വ്യക്തമാക്കുന്നതായി സിർകോസ്കി പറഞ്ഞു. 53 വർഷത്തെ ശ്രമം ബ്ലഡി സൺഡേയിൽ വിചാരണ. 1972-ൽ ഡെറിയിൽ പാരച്യൂട്ട് റെജിമെന്റ് 13 പൗരാവകാശ പ്രതിഷേധക്കാരെ വെടിവെച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട് കൊലപാതക കുറ്റം ചുമത്തിയ ഒരു മുൻ സൈനികന്റെ വിചാരണ തിങ്കളാഴ്ച ആരംഭിക്കും. ബെൽഫാസ്റ്റ് ക്രൗൺ കോടതിയിൽ നടക്കുന്ന വിചാരണ 53 വർഷത്തെ പ്രചാരണത്തിന്റെ ഫലമാണ്. വടക്കൻ അയർലൻഡിലെ ബ്ലഡി സൺഡേ എന്ന് വിളിക്കുന്ന നിർണായക സംഭവമായി മാറിയ ഒരു സൈനിക നടപടിക്കിടെ സോൾജിയർ എഫ് എന്നറിയപ്പെടുന്ന മുൻ പാരാട്രൂപ്പിനെതിരെ 2 കൊലപാതകങ്ങളും 5 കൊലപാതക ശ്രമങ്ങളും ചുമത്തിയിട്ടുണ്ട്. ജെയിംസ് റേ, വില്യം മക്കിനി എന്നിവരുടെ കൊലപാതകങ്ങളിലും 5 പേരുടെ കൊലപാതക ശ്രമത്തിലും അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് വാദിക്കുന്നു. 1972 ജനുവരി 30-ന് ഡെറിയിൽ 31 സാധാരണക്കാരെ സൈനികർ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. യുകെയിൽ നവതരംഗം സൃഷ്ടിച്ച് IOCയുടെ മധുരം മലയാള പഠന ക്ലാസുകൾ. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്റർ പീറ്റർബറോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച 12 ദിന മധുരം മലയാളം ക്ലാസുകൾ വിജയകരമായി പൂർത്തിയാക്കി. മലയാള ഭാഷയുടെ മാധുര്യം പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ഈ പദ്ധതിയുടെ സമാപന ചടങ്ങ് പീറ്റർബോറോയിലെ സെന്റ് മേരീസ് അക്കാദമിയിൽ വെച്ച് വർണ്ണാഭമായി നടന്നു. 3-ാം ക്ലാസ് മുതൽ A ലെവൽ വരെയുള്ള 25ഓളം വിദ്യാർത്ഥികളാണ് മധുരം മലയാളം പഠന പദ്ധതിയിലൂടെ മലയാള ഭാഷയിലെ അക്ഷരമാലയും മറ്റ് അടിസ്ഥാന കാര്യങ്ങളും പഠിച്ച് പരിശീലനം പൂർത്തിയാക്കിയത്.
പഠനം വിജയകരമായി പൂർത്തിയാക്കിയ എല്ലാ വിദ്യാർത്ഥികൾക്കും സമാപന ചടങ്ങിൽ വെച്ച് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. IOC കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് മുഖ്യാതിഥിയായി. യൂണിറ്റ് പ്രസിഡന്റ് റോയ് ജോസഫ്, ജനറൽ സെക്രട്ടറി സൈമൺ ചെറിയാൻ, സിബി അറക്കൽ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി 12 ദിന പഠന പദ്ധതി തയ്യാറാക്കുകയും ക്രമീകരിക്കുകയും ചിട്ടയോടെ പഠിപ്പിക്കുകയും ചെയ്ത പീറ്റർബോറോ സെന്റ് മേരീസ് അക്കാദമി ഡയറക്ടർ സോജു തോമസിനെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങുകൾക്ക് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാരായ എബ്രഹാം കെ ജേക്കബ്, ജിജി ഡെന്നി, ട്രഷറർ ജനു എബ്രഹാം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ അനൂജ് മാത്യു തോമസ്, സണ്ണി എബ്രഹാം, ജോബി മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓണാഘോഷം പ്രൗഢഗംഭീരമാക്കി IOC സ്കോട്ട്ലാൻഡ് യൂണിറ്റ്. IOC കേരള ചാപ്റ്റർ സ്കോട്ട്ലാൻഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഓണാഘോഷം സംഘാടക മികവ് കൊണ്ടും വൈവിധ്യം കൊണ്ടും പ്രൗഢഗംഭീരമായി. സംഘടനയുടെ കേരള ചാപ്റ്റർ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ്, കേരള ചാപ്റ്റർ ജനറൽ സെക്രട്ടറി റോമി കുര്യാക്കോസ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചെണ്ടമേളവും ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ ഒരുക്കിയ മാവേലി എഴുന്നള്ളത്തും കേരളീയത നിറഞ്ഞു തുളുമ്പുന്ന ശൈലിയിൽ അണിഞ്ഞൊരുങ്ങിയ സദസ്സും പകർന്ന ദൃശ്യവിസ്മയാനുഭവം ഗൃഹാതുരത്വം നിറഞ്ഞതായി. യൂണിറ്റ് അംഗങ്ങളും കുട്ടികളും ചേർന്ന് അവതരിപ്പിച്ച കലാവിരുന്നുകൾ ഓണാഘോഷത്തിന്റെ മാറ്റു വർദ്ധിപ്പിച്ചു. മാവേലിയുടെ വേഷഭൂഷാദികളോടെ വേദിയിലെത്തിയ ഇഷാൻ സാബിർ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. ഗാനരചനയിലെ മികവിന് എഡ്വിൻ കൗൺസിലിന്റെ അവാർഡ് കരസ്ഥമാക്കിയ അനലിൻ ഗീവർഗീസിനെ വേദിയിൽ ആദരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷോബിൻ സാം, യൂണിറ്റ് പ്രസിഡന്റ് മിഥുൻ, ബിജു വർഗീസ്, ഡോക്ടർ ഡാനി, ഡയാന, അമ്പിളി, ഗീവർഗീസ്, അഞ്ജു, ലിജിൻ, ജെയിംസ്, ഷിജി, ചെൽസ്, സുധീർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.